സുമീസ് ഫുഡ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ബൺദോശ എന്ന് പറയും. കണ്ടോ, ഇത് നല്ല അടിപൊളി ബൺദോശ. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ കൂടെ ഒരു ചട്നിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബൺദോശ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാം. ഇനി നമുക്ക് ബൺദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്തിട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു. കുറച്ചുകൂടി വേണമെങ്കിൽ ഒഴിക്കാം, കാരണം റവ ആയതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ട് വരും. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വരാം. ഈ അരച്ചെടുത്തത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. അതിനകത്തോട്ട് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുകിടണം. കടുകിട്ട് കൂട്ടുമ്പോൾ കുറച്ച് ഉഴുന്ന് കൂടി ഇടണം. കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് ഇളക്കിയിട്ട് അത് മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ പച്ചമുളകും സവോളയും കൂടി ചേർക്കണം. ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്, കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് പച്ചമുളക്, ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് ഇളക്കി നല്ലോണം മൂക്കണം. ഇതിനകത്തോട്ട് കുറച്ച് ചെറു ജീരകം കൂടി ഇട്ട് കൊടുക്കുക. ഇത് നല്ല കുറച്ച് ഇതായി വന്നിട്ടുണ്ട്. കൂടുതൽ ഇതായ വേണ്ട, കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് ആദ്യം ചുട്ടെടുക്കേണ്ടതല്ലേ. അപ്പം കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്, കൂടുതൽ ബ്രൗൺ കളറായി വരണ്ട. അപ്പം നമുക്കിത് ഈ അരച്ച് വെച്ച കൂട്ടിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി യോജിപ്പിക്കും. ഇനി അതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഇത്ര പോരെ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കാം. നമുക്ക് ബണ്ണ് ദോശ ചുട്ടെടുക്കാം. അതിനായി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് ഓയിൽ വേണമെങ്കിലും ആക്കാം. ഞാനിവിടെ നെയ്യിലാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. തീ കുറച്ച് വെക്കണം. കുറച്ച് നമുക്കതിനകത്തോട്ട് ഈ നമ്മുടെ അരിക്കൂട്ട് ഉണ്ടാക്കി വെച്ച കൂട്ട് കുറച്ച് ഒഴിച്ച് വെക്കാം. ഇതിനൊരു തവി ലേശം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് അടച്ച് വെക്കാം. കുറച്ച് സിമ്മിലാണ് ഇതാക്കേണ്ടത്. സിമ്മല്ല, ഒരു മീഡിയം, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ പാടില്ല, മെല്ലെ ഉണ്ടായി വരണം. അതുകൊണ്ട് നമുക്കതൊരു മീഡിയത്തിലേക്ക് വെക്കാം. അത് റെഡി ആവട്ടെ. അപ്പോൾ നമ്മുടെ ബൺദോശ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പൊന്തി വന്നിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതും ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ നല്ല ഒന്ന് മെരിഞ്ഞ് വരട്ടെ. ഇതാ നമ്മുടെ ബണ്ണ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് പാത്രത്തിലേക്ക് വെക്കാം. കണ്ടോ, നല്ല തിരിച്ചിട്ട് നല്ല മൊരിഞ്ഞ് നല്ല ബണ്ണ് ദോശയാക്കാം. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നമ്മൾ ബണ്ണ് ദോശയെല്ലാം ചുട്ട് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ 1 കപ്പ് റവ കൊണ്ട് ഇപ്പം 6 ബണ്ണ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബണ്ണ് ദോശ കഴിക്കാനുള്ള ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ സവോള മുറിച്ച് ഇതിലിട്ടിട്ടുണ്ട്. അത് ചെറുങ്ങനെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇത് ഉള്ളി നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ നിറമൊന്നും നോക്കണ്ട. അതിനകത്തോട്ട് നമുക്കിതിന് 2 സ്പൂണ്
മുളകിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിക്ക് പകരം വറ്റൽ മുളക് ഇട്ടാലും മതി, അത് വാട്ടി എടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് മുളക് പൊടിയാണ് എടുത്തത്. ഇതൊന്ന് കുറച്ച് കളറ് മാറി വരട്ടെ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ തണുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരക്കാം. അപ്പോൾ നമ്മുടെ വഴറ്റി വെച്ച ഉള്ളിയും മുളകും എല്ലാം നല്ല തണുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ചെറിയൊരു കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിനകത്ത് വെള്ളം വേണമെങ്കിൽ ചേർക്കാം, ഇതിൻ്റെ വേണ്ട. ഞാനിപ്പം ചേർക്കുന്നില്ല, നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. അപ്പം ദോശയുടെ കൂടെ കഴിക്കേണ്ട ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് താളിച്ചിട്ട് വേണമെങ്കിൽ ചിലവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് താളിച്ചിട്ടെടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കൂട്ടുന്ന ടേസ്റ്റ്. ഞങ്ങൾ ഇതേപോലെ തന്നെയാണ് കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് കണ്ടോ, നല്ല തൊട്ട് കൂട്ടാൻ വേണ്ടി പറ്റിയ ചട്നി. ഇതിൽ തക്കാളിയും കൂടി വേണമെങ്കിൽ ചേർക്കട്ടെ. തക്കാളി ചട്നി ആക്കുന്നുണ്ട് ആക്കാം. ഞാൻ പിന്നെ തക്കാളി ചട്നി ആക്കിയില്ല, ഇതിങ്ങനെയാണ് ആക്കിയത്. പിന്നെ തക്കാളി ചട്നി ഞാൻ പിന്നെ ഒരു ദിവസം ആക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബൺദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ നല്ല ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ല ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ നല്ല പാത്തുകൊണ്ട് നല്ല ടേസ്റ്റും മണവും. നെയ്യിലാണ് ഞാൻ നെയ്യ് കുറച്ച് ഒഴിച്ചിട്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു നെയ്യിലെ മണവും. ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ചെയ്യാം, എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ നല്ല ബൺദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.